ടൈപ്പ് സ്ക്രിപ്റ്റ് എന്നുള്ളത് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡിഫറൻസസ് എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ശരിക്കും ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും സാധാരണ ജാവ, .NET, PHP പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല ഇത്. അതിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പം ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ജാവാ സ്ക്രിപ്റ്റിൻ്റെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാം. ഈ ജാവാ സ്ക്രിപ്റ്റിൻ്റെ സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ ജാവാ സ്ക്രിപ്റ്റിലുള്ള അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് അത് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. സബ്സെറ്റും സൂപ്പർ സെറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈപ്പ് സ്ക്രിപ്റ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും ജാവാ സ്ക്രിപ്റ്റിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ജാവാ സ്ക്രിപ്റ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ബേസിക്കലി ജാവാ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഏറ്റവും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? var n1 = 10 അല്ലെങ്കിൽ let n1 = 10 ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു n1 = 10 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് നെക്സ്റ്റ് ലൈൻ തന്നെ ഞാൻ n1 = upcode എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു എററും ഇല്ല. ഇത് വർക്ക് ചെയ്യും. എററോ കാര്യങ്ങളൊന്നും ത്രോ ചെയ്യില്ല. പക്ഷേ ഇതിൽ ശരിക്കും ഒരു പ്രോബ്ലം ഉണ്ട്. n1 നമ്മൾ ആദ്യം ഒരു നമ്പറാണെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ n1ക്ക് ബൈ മിസ്റ്റേക്ക് ഒരു പക്ഷേ ഞാൻ upcode എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വാല്യൂ അസൈൻ ചെയ്യും. പക്ഷേ ജാവാ സ്ക്രിപ്റ്റിൽ ഇത് വർക്കാവും. ഇത് പക്ഷേ നോർമലി നമ്മൾ ഒരിക്കലും പ്രോഗ്രാമിങ്ങിൽ ഇങ്ങനെ നമ്മൾ ചെയ്യൂല. ഒരിക്കലും നമ്മൾ ഒരു നെയിം എന്ന് പറയുന്ന വേരിയബിൾക്ക് നെയിമിന് വേണ്ടിയുള്ള വേരിയബിളാണ്. നമ്മൾ നെയിം മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, സ്ട്രിങ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അല്ലാതെ അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരിക്കലും ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റോർ ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ഡെവലപ്പർ ബൈ മിസ്റ്റേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഡെവലപ്പർക്ക് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാൻ യാതൊരു മാർഗ്ഗവും. പക്ഷെ ഇതേ സംഭവം തന്നെ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് x1 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനൊരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പർ അല്ലാത്ത എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ തന്നെ അത് ഒരു റെഡ് ലൈനോ എല്ലാം ആയിട്ട് കാണിച്ചു തരും. ടൈപ്പ് സ്ട്രിങ് ഈസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് നമ്പർ. സ്ട്രിങ് വാല്യൂവിനെ ഡാറ്റ ടൈപ്പ് നമ്പർ ആയിട്ടുള്ള ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവരപ്പം തന്നെ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഡാറ്റ ടൈപ്പ് എല്ലാം കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് സ്റ്റാറ്റിക് ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അതിൽ വരുന്നതാണ് ഈ .NETഉം അതേപോലെ ടൈപ്പ് സ്ക്രിപ്റ്റ്, ഒരുപാട് പ്രോഗ്രാമിംഗ് C++, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്ന ജാവ എല്ലാം അതിൽ വരുന്നതാണ്. അതിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ഡയറക്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതിൽ നമ്മൾ വാല്യൂ അസൈൻ ചെയ്യും. അതല്ലാതെ ഡൈനാമിക് ടൈപ്പ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഡൈനാമിക് എന്ന് പറയുമ്പോൾ ജാവാ സ്ക്രിപ്റ്റ് ഡൈനാമിക് ആണ്. അതിൽ നമുക്കൊരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ആദ്യം ഞാൻ നമ്പറായിരുന്നു, പിന്നീട് ഞാൻ സ്ട്രിങ് ആക്കി, അതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലത്തെ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ഈ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ജാവാ സ്ക്രിപ്റ്റിൽ പക്ഷേ ഇതൊരു പ്രോബ്ലമാണ്. ഇങ്ങനെ അത് നമ്മുടെ വലിയ അപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു 5-10 മൊഡ്യൂൾസ് ഒക്കെ ഉള്ള അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പല വേരിയബിൾസ് നമ്മൾ തെറ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറക്കാൻ പറ്റും, എററിനുള്ള സാധ്യതകൾ കുറക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ അതേ സിൻറ്റാക്സ് ആണ്. പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡാറ്റ ടൈപ്പും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാലും ടൈപ്പ് സ്ക്രിപ്റ്റിൽ വർക്കാവും, ഇത് ഡാറ്റ ടൈപ്പ് അടക്കം കൊടുത്തു കഴിഞ്ഞാലും വർക്കാവും. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഞാൻ n1 = 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 എന്നുള്ളതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് നോക്കിയിട്ട് n1ൻ്റെ ഡാറ്റ ടൈപ്പ് അവർ തീരുമാനിക്കും. ഓക്കെ, അപ്പം ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ആണ്. ജാവാ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് എല്ലാം അതിൽ അവർ ആഡ് ചെയ്തു, എന്നിട്ട് അതിനൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്കിയിട്ട് ഇറക്കി. പക്ഷേ ഇതിന് ബ്രൗസറിൽ നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് നമുക്ക് ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റും. ടൈപ്പ് സ്ക്രിപ്റ്റ് പക്ഷേ ബ്രൗസറിൽ റൺ ചെയ്യാൻ കഴിയില്ല. ബ്രൗസറിന് മനസ്സിലാവില്ല ടൈപ്പ് സ്ക്രിപ്റ്റിന്. അപ്പോൾ ബ്രൗസറിലെല്ലാം റൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ജാവാ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ടൂളും മൈക്രോസോഫ്റ്റ് തന്നെ തരുന്നുണ്ട്. അതിൻ്റെ പേര് TSC എന്നാണ്, ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള TSC. ഈ TSC എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡിനെ ജാവാ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനവർ വിളിക്കുന്ന പേര്
ട്രാൻസ്പൈൽ എന്നുള്ളതാണ് ഇതിനെ വിളിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഓക്കെ. അപ്പം ഇതാണ്. അപ്പം ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഒരു ബ്രാൻഡ് ന്യൂ ആക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്കിയിട്ട് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ കുറേ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അവർ ആഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ കുറേ ഇഷ്യൂസ് നമുക്ക് ഡെവലപ്മെൻറ്റ് ടൈമിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ. ഇനി അത് പിന്നെ ആരൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ പോപ്പുലാരിറ്റി ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഒരുപാട് ഫ്രെയിം വർക്കുകളും ഒരുപാട് ലൈബ്രറികളെല്ലാം ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം ആംഗുലാർ ഒരുപാട് വർഷം മുമ്പ് തന്നെ ആംഗുലാർ 2 വേർഷൻ മുതൽ തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആംഗുലാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഗൂഗിളിൻ്റെ ഫ്രെയിം വർക്കാണ്. ഗൂഗിളിൻ്റെ യു ഐ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫ്രെയിം വർക്കാണ് ആംഗുലാർ എന്ന് പറയുന്നത്. ഈ ആംഗുലാറിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അത് ഇനീഷ്യൽ ടൈമിൽ ഗൂഗിളിൻ്റെ ടീമും മൈക്രോസോഫ്റ്റിൻ്റെ ടീമും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് ഡീഫോൾട്ട് ലാംഗ്വേജ് ആക്കിയിട്ട് അവർ സെറ്റ് ചെയ്തത്. അതുകൊണ്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് ജേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, റിയാക്ട് ആണെങ്കിലും നെക്സ്റ്റ് ജേസ് ആണെങ്കിലും ഒക്കെ ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് കമ്പനീസ് അവർ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നെസ്റ്റ് ജേസ് എന്ന് പറയുന്നത് NEXT അല്ല NEST, നെസ്റ്റ് ജേസ് എന്ന് പറയുന്നത് ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അതിൽ ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. അതുപോലെ ഒരുപാട് ഫ്രെയിം വർക്കുകൾ ഇതേപോലെ ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഈവൻ നോട്ട് ജെഎസ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം പല കമ്പനീസും പറയും ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാൽ മതി എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരുപാട് ടൈപ്പിങ്ങിൽ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ടൈപ്പ് സ്ക്രിപ്റ്റ്. ഓക്കെ. ഇനി ഇതെങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നോഡ് ജെഎസിൻ്റെ സൈറ്റിൽ പോയിട്ട് നോഡ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു NPM പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ NPM ഇൻസ്റ്റാൾ -G ഗ്ലോബൽ നമ്മുടെ മൊത്തം സിസ്റ്റത്തിൽ കിട്ടാൻ വേണ്ടി ഗ്ലോബൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക -G ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന അത് നമ്മുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്കൊന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ വന്നിട്ട് ഞാൻ D ഡ്രൈവിൽ പോവാണ്. എന്നിട്ട് അതിൽ നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നോഡ് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നോഡ് 16 ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം നോഡ് 18 അവൈലബിൾ ആണ്. 18 ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഏതായാലും പ്രശ്നമില്ല. ഓക്കെ. ലേറ്റസ്റ്റ് ആവുന്നതാണ് ബെറ്റർ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, NPM ഇൻസ്റ്റാൾ -G ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിൽ നിന്ന് ആ പാക്കേജിനെ ഗ്ലോബൽ ലെവലിൽ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TSC എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ പവർ ഷെൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് ഇപ്പം നമ്മുടെ VS കോഡിലെല്ലാം ഉള്ള കമാൻഡ് പ്രോംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ D ഡ്രൈവിൽ ഞാൻ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഞാൻ ടെർമിനൽ എടുത്തു. അങ്ങനെ അവിടെ നമ്മൾ TSC-B എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ വേർഷൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. TSC എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ വന്നു കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ TS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് typescript.org എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കോഡ് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈവൻ നമുക്ക് ഇവിടെ ഡയറക്റ്റ് തന്നെ
കോഡ് പ്ലേ ചെയ്യാനുള്ള പ്ലേ ഗ്രൗണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കോഡെല്ലാം ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇപ്പം ഒരു കോൺസ്റ്റന്റ് വേരിയബിളും പിന്നെ അതിനെ ജാവാസ്ക്രിപ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഓരോ നമ്മൾ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റിൽ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്നുള്ള അവർ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ നമുക്ക് ഈ പ്ലേ ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ചെയ്ത എന്താണ്, ഒരു എം ടി ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ എം ടി ഫോൾഡർ പിന്നെ ആദ്യം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് npm ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് എം ടി ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒരു ഫയല് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, sample.ts. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ n1 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. പിന്നെ n1 ഈക്വൽ ടു ജാഫർ അല്ലെങ്കിൽ ഞാൻ n1 ഈക്വൽ ടു അപ്കോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു എറർ മെസ്സേജ് വരും, സ്ട്രിംഗ് ഈസ് നോട്ട് അസൈനബിൾ ടൈപ്പ് നമ്പർ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ 10 അസൈൻ ചെയ്തപ്പോൾ 10ന്റെ ഡാറ്റ ടൈപ്പ് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ കർസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ n1 എന്ന് പറയുന്ന നമ്പറാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇനി ഞാൻ ഇവിടെ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അസൈൻ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ ടൈപ്പ് കൊടുത്തോളം നിർബന്ധമല്ല. കാരണം അസൈൻ ചെയ്യുമ്പോൾ ആ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് ഡയറക്റ്റ് ആയിട്ട് അവർ അസൈൻ ചെയ്യും. ഇനി ഞാനിവിടെ അസൈൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിത് ഇങ്ങനെ നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്പർ മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു എറർ മെസ്സേജ് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ടൈപ്പ് സ്റ്റാറ്റിക് ടൈപ്പ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വേരിയബിൾ ഞാൻ 10 സ്റ്റോർ ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്പർ അല്ലാത്ത എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് കൊടുക്കുന്ന സമയത്താണ് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഫീച്ചർ ടൈപ്പ് സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ഈ ഒരു സംഭവത്തിന് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കോഡ് ബ്രൗസറിൽ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ആംഗുലാർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആംഗുലാർ റൺ ചെയ്യുന്നത് ബ്രൗസറിലാണ് അല്ലേ. അതേപോലെ പല പ്രോഗ്രാമിങ്ങിലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആ കോഡ് ചിലപ്പോൾ റൺ ചെയ്യേണ്ടത് ജാവാ സ്ക്രിപ്റ്റിലായിരിക്കും റൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൈപ്പ് സ്ക്രിപ്റ്റിനെ പിടിച്ചിട്ട് ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ കമ്പൈൽ ചെയ്യണം. നമ്മൾ വിളിക്കുന്ന പേരാണ്, നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമ്പൈലർ ഉണ്ട്, ജാവ കമ്പൈലർ ഉണ്ട്, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമ്പൈലർ ഉണ്ട്. ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ട്രാൻസ്പൈലർ എന്നാണ് വിളിക്കുക. ട്രാൻസ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലേഷനും ആണ് ട്രാൻസ്ലേഷനും ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റിനെ ജാവ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന് അവർ ഇട്ടിട്ടുള്ള പേരാണ് ട്രാൻസ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റിൽ എഴുതിയ കോഡിനെ ജാവാ സ്ക്രിപ്റ്റിക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്പൈലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവേർഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു പുതിയ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എന്നുള്ളത് നോക്കാം. ഇപ്പം ഇതിൽ ഡാറ്റ ടൈപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് മാത്രമല്ല, ഒരുപാട് ഫീച്ചർ ഉണ്ട്, നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഈ TSC എന്ന് പറയുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ എന്ന് പറയുന്ന ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് sample.ts എന്ന് പറഞ്ഞിട്ട് TSC sample.ts എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതേ നെയിമിൽ, ഇതേ ഫയലിൻ്റെ നെയിമിൽ sample.js എന്ന് പറഞ്ഞിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മളിവിടെ കൊടുക്കുന്ന കോഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഡാണത്. ആ കോഡിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും var n1 ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അതിൻ്റെ കാരണം ഈ നമ്മൾ കൊടുത്തുള്ള ഡാറ്റ ടൈപ്പ് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ടൈപ്പ് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഒഴിവാക്കും. അതെല്ലാം ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. അപ്പം പിന്നെ ബ്രൗസറിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ TSC എന്ന് പറയുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ എന്ന് പറയുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡിനെ പിടിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു index.ts എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫയലിൽ വന്നിട്ട് ഞാൻ നെയിം എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്.
നെയിം എന്ന് പറയുന്ന വേർഡ് നമ്മൾ വേറെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് കാഷിംഗ് വന്നിട്ടുള്ളതായിരിക്കും. ഞാൻ അതിന് പകരം കമ്പനി നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മളൊരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൽ എനിക്ക് സ്ട്രിംഗ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കമ്പനി നെയിം എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ടുപോയിട്ട് ഞാൻ 10 എന്നുള്ളത് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എറർ അടിക്കും. നമ്മോട് പറയും നമ്പറിനെ പിടിച്ചിട്ട് നമുക്ക് സ്ട്രിംഗ് ആക്കാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ കോഡ് ചെയ്യുക. അപ്പോൾ ഈ കോഡ് ചെയ്താൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ TSC ഇൻഡെക്സ് ഡോട്ട് TS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് ഡോട്ട് TSലുള്ള കോഡിനെ പിടിച്ച് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതേ ഫയൽ നെയിം വെച്ചിട്ട് എക്സ്റ്റൻഷനിൽ മാത്രമേ മാറ്റുള്ളൂ. TS മാറിയിട്ട് JS ആക്കി അങ്ങനെ ഒരു ഫയലാക്കിയിട്ട് നമുക്ക് തരും. ഈ TSC എന്ന് പറയുന്നത് ശരിക്കും എവിടെ നിന്നാണ് വന്നത്? TSC എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നമ്മൾ npm ഇൻസ്റ്റാൾ -g ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തില്ല. ആ ഇൻസ്റ്റാൾ ചെയ്ത സമയത്താണ് നമുക്ക് TSC എന്ന് പറയുന്ന ടൂൾ ഇൻസ്റ്റാൾ ആയത്. അത് ഗ്ലോബലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഏത് കമാൻഡ് പ്രോംപ്റ്റിൽ നിന്നും നമുക്ക് ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും. ഓക്കെ, ഇതാണ് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മളിനി ടൈപ്പ് സ്ക്രിപ്റ്റിലുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഇപ്പോൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് നമ്മൾ നോക്കി, അതല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും.